എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണാമൂർത്തി സ്വാമിയെക്കുറിച്ച് പറയാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. ഗുരുഭൂതനായിട്ടുള്ള വാസ് എ മ്യൂസിക്കോളജിസ്റ്റ്. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ലായിരുന്നു, സിനിമാ സംഗീത സംവിധായകൻ മാത്രമല്ലായിരുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ സംഗീതത്തെക്കുറിച്ചും അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അറിയുന്ന ആളായിരുന്നു അദ്ദേഹം. ആദ്യമായിട്ട് ഞാൻ സ്വാമിയെ കാണാൻ പോകുന്നത് 71 തോന്നുന്നു. അപ്പോൾ ജയമാരുതി പ്രൊഡക്ഷൻസിൽ ആദ്യം സ്വാമിയെ കാണാൻ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. സ്വാമി പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി പേടിച്ചാണ് പോയത്. അപ്പോൾ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു പാട്ടുകാരനാണ്. ഇരിക്കൂ. പാട്ട് സംഗീതം തമ്പുരായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. സ്വാമി ഇല്ല സ്വാമി, എന്നാൽ പിന്നെ വരാൻ പറഞ്ഞു. ഉടനെ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്കറിയാം സ്വാമിയുടെ നേച്ചർ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ വീട്ടിൽ അടുത്ത ദിവസം പോയി. പിന്നെ അപ്പോഴേക്കും സ്വാമിയുടെ ആ ഒരു അപ്രോച്ച് മാറി. കുറച്ച് ഇരിക്കൂ, ചായ കുടിച്ചോ ചോദിച്ചു. അപ്പം അങ്ങനെ മാറി തുടങ്ങി സ്വാമിയുടെ മനോഭാവം. അതിനുശേഷം ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കേണ്ടത്. പക്ഷേ കുറച്ച് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കിത് കിട്ടുന്ന ചാൻസാണ്. അദ്ദേഹത്തിൻ്റെ ഇത്ര വലിയൊരു വേദിയിൽ, സംഗീതത്തിൻ്റെ ഈ വേദിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ അർത്ഥമുള്ളത്? എനിക്ക് കിട്ടുന്ന ഒരു ചാൻസാണത്, ഒരു ഭാഗ്യമാണത്. സംഗീതം കൂടുതൽ അഭ്യസിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ സ്വാമി പാടിത്തരുമ്പോൾ, നമ്മൾ സംഗീതം അഭ്യസിക്കാത്ത ആളുകളെ സ്വാമി പാടിത്തരുമ്പോൾ നമുക്ക് തന്നെ സംഗീതം വരും. അതായിരുന്നു സ്വാമിയുടെ രീതി. ഇപ്പോൾ ഞാൻ ക്ലാസിക്കൽ ടച്ചുള്ള അവിടെ സ്വാമിയുടെ പാടിയിട്ടുണ്ട്. സ്വാമി ഇത് പാടിത്തരുമ്പോൾ സ്വാമി ഇത് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് പാടിത്തരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി, സംഗീതത്തിൻ്റെ ഓരോ വാക്കുകൾക്കുള്ള ഭാവം, അതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സമയമില്ല. ഇവിടെ ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, സ്വാമിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങൾ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സ്വാമിയോട് ചോദിക്കും, സ്വാമി ഞാൻ സംഗീതം അഭ്യസിക്കാത്ത ആളെങ്കിൽ കൂടെ അതൊക്കെ ചുമ്മാ ഇരിക്കേ, നിങ്ങൾ ചുമ്മാ, അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, ഭഗവാനെ വിചാരിച്ചതൊക്കെ തന്നെ വരും. അങ്ങനെ സ്വാമി ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നെ. പിന്നെ സ്വാമിയുടെ ഒരുപാട് ഹിറ്റ് സോങ്സ് പാടാനുള്ള ഭാഗ്യം കിട്ടി. ഹർഷബാഷ്പം, ഒരുപാട് സോങ്സ്, ചന്ദനത്തിൽ കടച്ചെടുത്തു, അങ്ങനെയല്ല ഹിറ്റ് സോങ്സ്. ഹിറ്റല്ലാത്ത ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഞാൻ സ്വാമിയുടെ പാടിയിട്ടുണ്ട്. പുറത്തു വരാത്ത ഹിറ്റല്ലാത്ത ഒരുപാട് പാട്ടുകൾ. അതേക്കുറിച്ച് ഇപ്പോൾ പാടാൻ സമയമില്ല. വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേജിൽ പറയാനുള്ള സമയമില്ല. ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുള്ളത്. ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഓപ്പണായിട്ട് എല്ലായിടത്തും പറയുന്നതാണ്. ഒരു ദക്ഷിണാമൂർത്തി സ്വാമി, ഒരു ദേവരായ മാഷ്, ഒരു രാഘവൻ മാഷ്, ഒരു ബാബുരാജ്, ഒരു അർജുനൻ മാഷ്. കഴിഞ്ഞു മലയാളം സിനിമയുടെ പാട്ടുകൾ. ഇതിന് ശേഷം മലയാള സിനിമ പാട്ടുകളുണ്ടാവും, പക്ഷേ മലയാളത്തിൻ്റെ പാട്ടുകളല്ല. വാക്കുകൾ എഴുതി അതിൻ്റെ ഓരോ വാക്കിനുള്ള ഭാവം നൽകി സംഗീതം ചെയ്യാൻ പറ്റുന്ന ഇത്ര പേരേ ഉള്ളൂ നമ്മുടെ മലയാളത്തിൽ. പിന്നെ പലരും ചെയ്യുന്നു. ഞാൻ ഇപ്പോഴും പാടുന്നുണ്ട്. ജീവിക്കണ്ടേ, മാമണ്ണുണ്ട്, അതിനുവേണ്ടി ജീവിച്ച് പാടുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഇന്നലെ കൂടെ പല പാട്ടുകളും ഇപ്പോൾ അർജുനൻ മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കറുത്ത പൗർണമി ചിത്രത്തിൻ്റെ റെക്കോർഡിങ്ങിലാണ് അർജുനൻ മാഷ് ആദ്യം കാണുന്നത്. അപ്പം അന്ന് കാണുമ്പോൾ ചിലപ്പോൾ മാഷ് ഏത് കൊല്ലാണ്? 68. ഞാൻ മാഷയൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ട് സിനിമയിൽ. ഞാൻ 65 വന്നു. 68 പാടാൻ ചെല്ലുമ്പോൾ, കറുത്ത പൗർണമി പാടാൻ ചെല്ലുമ്പോൾ എല്ലാ പാട്ടും ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു പാട്ട് കിട്ടുമെന്ന് വിചാരിച്ചത്. എനിക്ക് തന്നില്ല, അത് വേറെ കാര്യം. പാട്ട് കിട്ടിയില്ല. പക്ഷേ ആ പാട്ട് ഞാൻ കഴിഞ്ഞ പല വേദിയിലും മാഷ് ചെയ്ത ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. ദാസേട്ടൻ പാടിയ
ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകാണ്. ആഴക്കു കണ്ണീരിൽ എൻ സ്നേഹ സ്വപ്നത്തിൻ അരയന്നം മുങ്ങിച്ചത്ത കഥ പറയാം. സകലവും നഷ്ടപ്പെട്ടു ചുടുകാട്ടിലലയുന്ന സാധുവമിടയന്റെ കഥ പറയാം എന്ന് പാടിയിട്ടുണ്ട്. ദാസേട്ടൻ പാടിത്തതാണ്. പക്ഷെ ഈ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം മാഷ ചില സംഗീതവും ഇത്രയൊന്നുമില്ല. ഞാൻ മാഷെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് പാട്ടുകൾ പറയാനുണ്ട്. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും. ആ നല്ല ഗാനോത്സവമെന്നു തുടങ്ങും എന്ന് പാട്ടുണ്ട്. അതെന്താ ചേട്ടൻ പാടിയത്? സുശീലാമ്മ പാടിയ പാട്ടുണ്ട്, ഞാൻ പാടിയവരോട് പാട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ, ഒരുപാട് മലയാളത്തിൽ നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ചൊരു മഹാസംഗീത സംവിധായകനാണ് അർജുന മാഷ്. അദ്ദേഹം ഇരുത്തിക്കൊണ്ട് എനിക്കിപ്പോൾ ഒന്നും കിട്ടാനില്ല അദ്ദേഹം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ കാശ് കിട്ടാനില്ല ഞങ്ങളുടെ കൂടും. അപ്പോൾ ഞാൻ പറയാണ്, കഴിവുള്ള ആൾക്കാരെ കുറിച്ച് പറയണം. അങ്ങനത്തെ ഇത്രയും ഒരു കഴിവുള്ള ആളുകൾ ഇന്നും ഉണ്ടോ എന്ന് സംശയമാണ്. വരണ്ടിയിരിക്കണം, വരണ്ടാന്ന് പറയുന്നില്ല ഞാനൊരിക്കലും. നീ വരണ്ട. ഒരു അർജുനൻ, ഒരു ദക്ഷിണാമൂർത്തി സ്വാമി, ഒരു അർജുനൻ ഇനിയും വരണം. സ്വാമിയുടെ പാട്ട് ഞാൻ പറയുമ്പോൾ, സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഞാൻ പലപ്പോഴും സ്വാമി പാടുമ്പോൾ സ്വാമിയുടെ രീതിയിൽ പാടാൻ മനസ്സിൽ ശ്രമിക്കും. സ്വാമി പാടുന്ന പാട്ടുകളുണ്ടല്ലോ, സ്വാമി പാടുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാമി അവിടുത്തെ പൂങ്കാവനത്തിൽ സാമഗാനം മൂളും ഷഡ്പദങ്ങൾ. അത് സ്വാമി വെത്തലപ്പൊക്കെ പോട്ടുണ്ട്. സ്വാമി അവിടുത്തെ പൂങ്കാവനത്തിൽ സാമഗാനം ഇങ്ങനെ പാടും. ഇതാണ് സ്വാമിയുടെ രീതി. പക്ഷെ അതിലൊരു ഭംഗി വേറെ ആയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഫിലിം റെക്കോർഡിങ്ങിൽ അങ്ങനെ പാടാൻ നോക്കില്ലല്ലോ, ചിലപ്പോൾ വിട്ട് പാടാൻ നോക്കില്ലല്ലോ, നായകൻ പാടുകയല്ലേ. പക്ഷെ ആ സ്റ്റൈൽ, അതാണ് സ്വാമിയുടെ രീതി ഉണ്ടല്ലോ, അതാണ് ഭാവം. ആ ഭാവമാണ് കിട്ടേണ്ടത്. പ്രത്യൂഷ പുഷ്പമേ പ്രത്യൂഷ പുഷ്പമേ മുഗ്ധനൈർമല്യമേ ചൊല്ലുമോ നീ പ്രത്യൂഷ പുഷ്പമേ. ഇങ്ങനെ എത്രയോ പാട്ടുകൾ, ഒരുപാട്. ഹർഷബാഷ്പം തൂകി എൻ്റെ പാട്ട്, ഒരുപാട് പാട്ടുകൾ അതിനെക്കുറിച്ച്. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികൾ എന്നാ സാധനം പാടുക. അങ്ങനെ ഒരു അതുപോലെ അർജുന മാഷ് ഒരിക്കൽ ഞാൻ മറക്കില്ല. ശ്രാന്തമംബരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമംബരം. ഈ പാട്ട് അർജുൻ മാഷന് 6 പ്രാവശ്യം പാടിച്ചു. മഹാകവി ജി ശങ്കരപ്പൻ്റെ വരികളാണ്, മഹാകവിയുടെ ജിയുടെ വരികളാണ്. അത് സ്വാമി നിഷ്പ്രയാസം കമ്പോസ് ചെയ്തു. സ്വാമി പറഞ്ഞ മനോരമ പേപ്പർ വെച്ച് സ്വാമി കമ്പോസ് ചെയ്യും, പാട്ട് കമ്പോസ് ചെയ്യും. അത്ര കഴിവുള്ളതാണ് അദ്ദേഹം. ഒരു അല്ല, അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച്, ജീനിയസിനെ കുറിച്ച് പറയാൻ ഞാൻ വളരെ ജൂനിയറാണ്. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വാക്കുകളില്ല. അങ്ങനെ ഇപ്പോൾ ഇവരെ എല്ലാവരെ കുറിച്ച്, സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സ്വാമിയുടെ പാട്ടുകളെ കുറിച്ച്. ഇപ്പോൾ വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു കഞ്ചുകമൂരി മാറത്തു പൂശാൻ കളഭകിണ്ണം നീക്കി വച്ചു വിലാസലോലുപയായി വസന്ത കൗമുദി വന്നു.
ഈ പാട്ട് ഞാൻ സുശീലാമ്മ കൂടെ പാടിയതാണ്. കല്യാണ എത്ര പാട്ടുകൾ. ഇതൊക്കെ ഒരു ക്ലാസ്സാണ്. ഇപ്പം ഞാനൊരു സംഗീതാധ്യാപകനല്ല, പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പാട്ടുകൾ അതെല്ലാം. കീർത്തനം പറയുന്ന മാതിരി അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകളാണ് അദ്ദേഹം ചെയ്ത ഓരോ പാട്ടുകൾ. സിനിമാ പാട്ടുകൾ ഞാൻ പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത്. അങ്ങനെ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ ഇന്നത്തെ 2 ദിവസം മുഴുവൻ നിന്ന് പാടാൻ ഞാൻ, പക്ഷേ അതിനുള്ള സമയമില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. ദേവരായ മാഷ് അത് വേറൊരു ജീനിയസ്, രാഘവ മാഷ് വേറെ ജീനിയസ്. അവരുടെയൊക്കെ രീതിയുണ്ട്, ഓരോരോ രീതി. അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. ഇതിപ്പോൾ സ്വാമിയുടെ സ്റ്റേജാണ്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്റ്റേജാണ്. സ്വാമിയുടെ ആ ഛായാചിത്രത്തിന് മുമ്പിൽ നിന്ന് ഇത്രയും സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ എല്ലാവരും ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. നന്മ വരട്ടെ, നല്ലത് വരട്ടെ. ഈ വേദിയിൽ ഇനിയും ഒരുപാട് സംഗീത പ്രതിഭകളുണ്ടാവട്ടെ. അടുത്തടുത്ത് ഒരുപാട് സംഗീതോത്സവം വരുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി ഈ പ്രദേശത്ത് ഒരുപാട് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് സംഗീതം നല്ല നിലയിൽ വന്ന് ഒരുപാട് പ്രതിഭകൾ ഉണ്ടാവട്ടെ. ഇത്ര വേറെ ഒന്നുമില്ല. സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.